ബാലിക്ക് കേരളമായി കുറെ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. ഒന്ന്, ചെറിയ സ്ഥലത്തെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ്. നമ്മുടെ കൊച്ചു കേരളം പോലെ ഇവിടെ കടലും കാടും മലയും ഒക്കെ ഉണ്ട്. ഇൻഡോ ചൈനീസ് സംസ്കാരത്തിന്റെ ശക്തമായ സ്വാധീനം ഇവരുടെ നിർമ്മിതികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും കാണാം. ഇനി ബാലിയിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്സുകൾ പരിചയപ്പെടാം. കുട്ട എന്ന കടൽ തീര വിനോദസഞ്ചാര കേന്ദ്രമാണ് ബാലിയിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം. വിശാലമായ കടലോരമുള്ള ഒരു മനോഹരമായ ബീച്ച്. ശക്തമായ കാറ്റും തിരമാലകളും നിരന്തരമായി ലഭിക്കുന്ന ഈ ബീച്ചിൽ അഡ്വഞ്ചറസ് സ്പോർട്സ് ആയ സർഫിംഗ്, പാരാസൈക്ലിംഗ് ചെയ്യാൻ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. ബാലി ബേർഡ് പാർക്ക്, പാണ്ഡവ ബീച്ച്, ടെഗനുങ്കാൻ വെള്ളച്ചാട്ടം, തനാലോട്ട് ക്ഷേത്രം എന്നിവയെല്ലാം ബാലിയിൽ കാണേണ്ട ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. മികച്ച ഗുണമേന്മയിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, ബാഗ്, കോസ്മെറ്റിക്സ് എല്ലാം വഴിയോര ചന്തകളിൽ നിന്നും വിലപേശി മേടിക്കാം. കേരളത്തിലെ 3 എയർപോർട്ട്സിൽ നിന്നും ബാലി എയർപോർട്ടിലേക്കുള്ള സർവീസുകളുണ്ട്. ഓഫർ നോക്കി നേരത്തെ ടിക്കറ്റ് എടുത്താൽ ഒരു 25,000 മുതൽ 40,000 നമുക്ക് ടിക്കറ്റ് ലഭിക്കും. ഇന്ത്യൻ സമയത്തേക്കാൾ 2.5 മണിക്കൂർ മുന്നിലാണ് ബാലിയിലെ സമയം. പൊതുവെ സുഖകരമായ ഒരു കാലാവസ്ഥയാണ് ബാലിയിൽ. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ് ടൂറിസ്റ്റ് സീസൺ. ബാലിനീസും ഇന്തോനേഷ്യനുമാണ് പ്രധാന ഭാഷകൾ. നിങ്ങൾ ഒറ്റയ്ക്കോ ഫ്രണ്ട്സായോ ഫാമിലി ആയോ അടിച്ചു പൊളിക്കാൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ബാലി ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല.